പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് നമുക്കറിയാം, അത് അതിർത്തി ജില്ല കൂടിയാണ്. കാസർഗോഡും കണ്ണൂരും ഉൾപ്പെടുന്ന രാഷ്ട്രീയ തട്ടകങ്ങളിൽ ഇത്തവണ ആർക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിക്കും എന്നത് പ്രവചനാതീതമാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരുപക്ഷെ കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലടക്കം ഉണ്ടായേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അവിടെ കണ്ണൂരിൽ നമുക്കറിയാം K സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യവുമായി മുന്നിൽ നിൽക്കുന്നു. കോൺഗ്രസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം CPIഎമ്മിലേക്ക് ഏറ്റവും കൂടുതൽ നേതാക്കളെ സംഭാവന ചെയ്യുന്ന ജില്ലയാണ് അവിടെ എന്ന് നമുക്കറിയാം. അവിടെ പോലും തലമുതിർന്ന സ്ഥാനാർത്ഥികളെ മണ്ഡലം മാറ്റുന്നതും അതോടൊപ്പം തന്നെ പല സ്ഥാനാർത്ഥികൾക്കും ഇടം നൽകാത്തതും ഒക്കെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ BJP പിന്നിലേക്ക് പോയ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെ കണ്ണൂരും കാസർഗോഡും ഒക്കെ ഇത്തവണയും രാഷ്ട്രീയ പോരാട്ടത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന് വേണമല്ലോ പ്രതീക്ഷിക്കാൻ. ബൈജു, തീർച്ചയായും അഭിലാഷേ, കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ധാരണയായിരിക്കുന്നു. പ്രത്യേകിച്ച് CPIഎമ്മും അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം സംസ്ഥാനം തന്നെ ഏറെ ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലും സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം വരാനുള്ളത് മാത്രമേ ഉള്ളൂ. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ AKM അഷ്റഫ് തന്നെ മുസ്ലിം ലീഗിൽ വീണ്ടും അവിടെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കാസർഗോഡേക്ക് വന്നാൽ കാസർഗോഡ് KM ഷാജി ഇത്തവണ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു എന്നാണ്. തുടക്കത്തിൽ KM ഷാജിയുടെ പേര് ഉയർന്നു വന്നതാണെങ്കിലും വലിയ എതിർപ്പ് വന്നു. പ്രവർത്തകർക്കിടയിൽ പ്രമേയം പാസാക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അതായത് പുറത്തു നിന്നും ഒരു സ്ഥാനാർത്ഥി വരേണ്ടതില്ല എന്ന തരത്തിൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KM ഷാജിയുടെ പേര് തന്നെയാണ് കാസർഗോഡ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈ 2 മണ്ഡലങ്ങളിലും ഏറ്റവും പ്രധാനം BJP ആണ് 2ാം സ്ഥാനത്തുള്ളതെന്നാണ്. അതിൽ മഞ്ചേശ്വരത്ത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം അത് ഇത്തവണ ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ വളരെ നേരത്തെ തന്നെ കാലക്കൂട്ടി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഏതായാലും കാസർഗോഡ് BJPക്ക് ജില്ലാ അധ്യക്ഷ അശ്വിനി സ്ഥാനാർത്ഥിയാവുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ KM ഷാജിയും അശ്വിനിയും നേർക്കുനേർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി കാസർഗോഡ് മാറും. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞ കുറെ കാലങ്ങളായി കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ അവർ ഉദുമയിൽ വലിയ ഇത്തരത്തിലുള്ള ഈ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ അവിടെ വിജയിക്കാനാകുമെന്ന ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഉദുമയിൽ ഇത്തവണ ശക്തമായ മത്സരം നടത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ CH കുഞ്ഞമ്പു തന്നെ CPIഎമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് കുമാറാണ് ഏറ്റവും ഒടുവിൽ ഈ പട്ടികയിൽ ഉള്ളത്. അതോടൊപ്പം K നീലകണ്ഠനും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിലും ഉണ്ടെങ്കിലും പ്രദീപ് കുമാറിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി മുൻതൂക്കമുള്ളത്. കാഞ്ഞങ്ങാടേക്ക് വന്നാൽ കാഞ്ഞങ്ങാട് ഇടതിന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാം. ഒരിക്കലും പതറാത്ത കാഞ്ഞങ്ങാട്ട് CPIക്ക് കാലങ്ങളായി കൊടുക്കുന്ന മണ്ഡലമാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ് ഇവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അവിടെ ഹരീഷ് P നായർ എന്ന് പറയുന്ന DCC ജനറൽ സെക്രട്ടറി ഹരീഷ് P നായരുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയാണുള്ളത്. ഏറ്റവും അവസാനത്തെ പട്ടികയിൽ ഇപ്പോൾ ഹരീഷ് P നായറിനെയാണ് UDFൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പേര്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൃക്കരിപ്പൂറാണ്. തൃക്കരിപ്പൂറും നേരത്തെ കാഞ്ഞങ്ങാട്ടിന് സമാനമായി അത് ഇടതിന്റെ ഉരുക്കുകോട്ട എന്നൊക്കെ പറയാം. അവിടെ ഇളക്കം തട്ടണമെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തനം UDFന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും അവിടെ ജോമോൻ ജോസും PK ഫൈസലും ഇങ്ങനെ 2 പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിനും ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുൻതൂക്കം PK ഫൈസലിന് തന്നെയാണ്. DCC പ്രസിഡന്റാണ് PK ഫൈസൽ. പക്ഷെ അവിടെ VPP മുസ്തഫയെ CPM സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. VPP മുസ്തഫ ഇതിനോടകം തന്നെ പോസ്റ്ററുകളൊക്കെ അടിച്ച് ഇത്തരത്തിലുള്ള പ്രചരണവും ആരംഭിച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അങ്ങനെ 5 മണ്ഡലങ്ങളിൽ 2 മണ്ഡലം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നു, കാസർഗോഡും മഞ്ചേശ്വരവും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ എന്താണ് മഞ്ചേശ്വരവും ഈ കാസർഗോഡും ഇത്തവണ കാവി ഉണ്ടാകുമോ, കാവി മറിയുമോ, അതല്ല മുസ്ലിം ലീഗിനെ നിലനിർത്താൻ പറ്റുമോ? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. മലബാറിലെ 2 സീറ്റുകൾ അത് അടുപ്പിച്ച് തൊട്ടടുത്തായി വരുന്ന മഞ്ചേശ്വരവും കാസർഗോഡും അത് കാലങ്ങളായി മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ളതാണ്. അത് ഇത്തവണ നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും അവർക്ക് അത് അഭിമാന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഏതായാലും ഈ 2 മണ്ഡലം വളരെ വളരെ നിർണായകമാണ്. അത് 2 മുന്നണി BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച പോലും
സുരേന്ദ്രന്റെ പരിപാടികൾ. അങ്ങനെ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ 2 മാസത്തിലധികമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ സജീവമാണ്. ഓരോ വീടുകളും കയറിയുള്ള അത്തരത്തിലുള്ള പ്രചരണമാണ്. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതോടുകൂടി പൂർണ്ണമായും ഇവർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കയറാൻ പറ്റും. കാരണം അത്രത്തോളം അവർക്ക് ഒരു വർഷമായി ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജില്ലാ അധ്യക്ഷ ഉൾപ്പെടെ വീടുകൾ കയറിയുള്ള പ്രചരണം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ മത്സരം, ഏറ്റവും കൗതുകകരമായ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം മഞ്ചേശ്വരമാണ്. പിന്നീട് ഈ KM ഷാജി കൂടി കാസർഗോഡ് എത്തുന്നതോടെ ചിത്രം മാറും. അവിടെയും പോരാട്ടം കനക്കും. BJPക്ക് സാധ്യത കൂടുതൽ KM ഷാജി വരുമ്പോൾ ഉണ്ട് എന്നൊരു തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ മുസ്ലിം ലീഗിന്റെ കോട്ടയാണെന്ന് ഓർക്കണം. കാസർഗോഡ് കഴിഞ്ഞ തവണ 14,000 ഭൂരിപക്ഷം എന്നെ നെല്ലിക്കുന്നതിനുണ്ടായതെങ്കിൽ അതിന് തൊട്ടു മുൻപ് കേവലം 3000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് BJPയും മുസ്ലിം ലീഗും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ SAR-ലൊക്കെ വന്ന മാറ്റങ്ങളും ഒരുപാട് വോട്ടുകൾ മുസ്ലിം ലീഗിന്റെ തള്ളിപ്പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഒരു വനിതാ സ്ഥാനാർത്ഥി കൂടി കാസർഗോഡ് എത്തുമ്പോൾ എന്തായിരിക്കും കാസർഗോഡിന്റെ ചിത്രം? അതാണ് ഏറ്റവും രാഷ്ട്രീയ കേരളം ഇത്തരത്തിൽ കൗതുകത്തോടെ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യത്തോടെ നോക്കുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം വരേണ്ടതുള്ളൂ. അപ്പോൾ ആ സമയം മുതൽ തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിലേക്ക് കടക്കാൻ എല്ലാ മുന്നണികളും ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. അഭിലാഷ്. യെസ്, രാഷ്ട്രീയ തട്ടകമായ കണ്ണൂരിലും കാസർഗോഡും അടക്കം ഇത്തവണ കനത്ത പോരാട്ടം നടക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിത്രം മറ്റൊന്നായിരുന്നു കോഴിക്കോട്ടെ എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ വലിയ മുന്നേറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നടത്തുകയും അങ്ങനെ കൊല്ലം കോർപ്പറേഷനിലടക്കം അട്ടിമറി നടത്തുകയും ചെയ്ത തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. എങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണയും LDFിനെ കൈവിട്ടില്ല എന്നതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നേടിക്കൊടുത്തപ്പോൾ അവിടെ കോഴിക്കോട്ട് നിന്നുള്ള സംഭാവന എടുത്തു പറയേണ്ടതായിരുന്നു എന്നതാണ്. ഇത്തവണ കോഴിക്കോട് എങ്ങനെയാണ് MS അനീഷ് കുമാർ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോടിന്റെ ചിത്രത്തിൽ കാതലായ മാറ്റം ഉണ്ടാകും എന്നാണോ നിരീക്ഷിക്കപ്പെടുന്നത്? ഇടതു വലതു മുന്നണികളുടെ പ്രതീക്ഷ, അതോടൊപ്പം തന്നെ NDA ഇത്തവണ ഏത് നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, കോഴിക്കോടും പാലക്കാടും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ലകളായി മാറുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി? പിടിക്കണമെങ്കിൽ മലബാർ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കണം എന്ന് തന്നെ UDFന് ഉറച്ച ബുദ്ധിമുണ്ട്. ഏതാണ്ട് 60 സീറ്റുകളാണ് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഉള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ വലിയ രീതിയിൽ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ വലിയ തോതിൽ സീറ്റുകൾ ഉള്ള ഇടങ്ങളാണ്. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ നമുക്കറിയാം വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF സ്ഥാനാർത്ഥികൾ വിജയിച്ച ഒരു ജില്ലയാണ് കോഴിക്കോട്. പക്ഷേ ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മാറ്റി വരയ്ക്കുന്ന ചിത്രം നമ്മൾ കണ്ടു. ഒരുപാട് നാളുകളായി CPM അതിന്റെ അപ്രമാദിത്വം തുടർന്നിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ കോട്ടകൊത്തളങ്ങൾ പോലും ഇടിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉള്ള കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്ന് കൂടി ഓർക്കണം. ഏറ്റവും ഒടുവിൽ 2001 P ശങ്കരനും ഒപ്പം A സുജനപാലും കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോട് 1 നിന്നും വിജയിച്ച ഇടമാണ്. അതിനുശേഷം ഒറ്റ MLA വിജയിപ്പിക്കാൻ ഇത്രയധികം മണ്ഡലങ്ങൾ ഉണ്ടായിട്ട് കോഴിക്കോട് നിന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഉണ്ടാക്കിയ നേട്ടം, ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് ഭരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.